യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ SLCയിലെ ജോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രം ദി റെയിനി ഫോറസ്റ്റ് ടു ദി ലാൻഡ് ഓഫ് പെർമ ഫ്രോസ്റ്റ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പം ഇതുവരെ നമുക്കറിയാം ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. പല രീതിയിൽ എക്സാം എഴുതിയവരുണ്ടാവും, നല്ല ഫുൾ മാർക്ക് കിട്ടിയവരുണ്ടാവും, പരീക്ഷ പഠിച്ചിട്ട് എഴുതാൻ കഴിയാത്തവരുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ പഠിക്കാത്തവരുണ്ടാവും, പല ആൾക്കാരുണ്ട്. അപ്പം ഇനി ആരും വിഷമിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അടുത്തത് മുതൽ അല്ലേ നമ്മൾ ഉഷാറാക്കാം. അപ്പം ഇന്ന് മുതൽ നമ്മൾ പഠിക്കും എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഫ്രം ദി റെയിനി ഫോറസ്റ്റ് ടു ദി ലാൻഡ് ഓഫ് പെർമ ഫ്രോസ്റ്റ് എന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ചാപ്റ്റർ ഫ്രം ദി റെയിനി ഫോറസ്റ്റ് ടു ദി ലാൻഡ് ഓഫ് പെർമ ഫ്രോസ്റ്റ് എന്ന ചാപ്റ്റർ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനെ കുറിച്ചൊരു അറിവുള്ളവർക്ക് ഇത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊക്കെ ഓർമ്മയുണ്ടോ ഏതൊക്കെയായിരുന്നു നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? അതിൽ റെയിനി ഫോറസ്റ്റ് അതിൽ ഏതിനെ വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം, ഇറ്റ് ഈസ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ അല്ലേ? എവിടെയാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. അതുപോലെ ഏത് സ്ഥലത്താണ് നല്ല തണുപ്പുള്ളത്, മഞ്ഞ് വീഴ്ച ഒരിക്കലും നിൽക്കാത്ത സ്ഥലം ഏതാണ്? നമുക്കറിയാം ഇത് നമ്മുടെ ഒന്നെങ്കിൽ പോളാർ റീജിയൻസിനോട് അടുത്തുള്ള സ്ഥലമായിരിക്കും അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ തുന്ദ്ര മേഖലയിൽ അല്ലെങ്കിൽ ടണ്ട്ര മേഖലയിലാണ്. അപ്പോൾ ആ രണ്ട് ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു 85% നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചിട്ടും അതിന് ബാക്കിയുള്ള 25% നമ്മൾ ടണ്ട്ര മേഖലയെ കുറിച്ചിട്ടും പഠിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. മക്കളിൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പം ഇതിൽ തുടക്കം തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു ഹിൻഡ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു പാരഗ്രാഫ് ഉണ്ട്, വായിച്ചിരുന്നോ നിങ്ങൾ? ടെക്സ്റ്റ് നല്ലോണം വായിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര ക്ലാസ് കേട്ടാലും നമ്മുടെ വായന അത് എപ്പോഴും നമ്മുടെ ബ്രെയിനിനെ ഡെവലപ്പ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതും നമ്മൾ എത്ര ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും വായിക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ പോലും ചെറിയ ചെറിയ അറിവുകളൊക്കെ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ പഠിച്ചു വരിക, അങ്ങനെയല്ലേ പഠിച്ചു വരിക. ഓക്കെ, അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്തുള്ള റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന രാജ്യത്തിലെ കസായി പ്രവിശ്യയിൽ നിന്നുള്ള ഒരു സഞ്ചാരി തൻ്റെ ടണ്ട്ര പര്യവേഷണത്തെക്കുറിച്ച് തയ്യാറാക്കിയ വിവരണത്തിൻ്റെ ഭാഗമാണ് നമ്മളുടെ ടോപ്പിലുള്ള ആ പാരഗ്രാഫ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കുക, ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിരുന്ന ക്ലൈമാറ്റിക് റീജിയൻസ്? രണ്ടെണ്ണം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? ഇനി ഓർമ്മയില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാണ്. മെയിൻലി 8 ക്ലൈമാറ്റിക് റീജിയൻസ് ആണുള്ളത്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, സാവന്ന, ഹോട്ട് ഡെസേർട്സ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻസ്, ടൈഗ റീജിയൻ ആൻഡ് ടണ്ട്ര റീജിയൻ. ഓക്കെ, ഇത്ര 8 എണ്ണമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ആൻഡ് 8th വൺ, ഒന്നാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള 2 ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടോ ഈ പിക്ചർ? ഇപ്പോൾ എന്തിനായിരിക്കും സൂചിപ്പിക്കുന്നത്? നല്ല പോളാർ ബിയേഴ്സ് ഉണ്ട് അല്ലേ? ഫുള്ളും സ്നോ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് ഏതാണ്, ഏത് മേഖലയാണ്? ടണ്ട്ര മേഖലയിൽ നിന്നുള്ളൊരു ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. അതിനുശേഷം കുറച്ച് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്, നല്ല പച്ചപ്പുണ്ട്, നല്ല വൈൽഡ് ആനിമൽസിനെ കാണിക്കാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഗോത്രവർഗ്ഗക്കാരുണ്ട് അല്ലേ, ഒരു ട്രൈബ്സ് ഉണ്ട്. അപ്പം നമുക്ക് അറിയാൻ പറ്റും അത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പഠിക്കുന്ന കുറച്ച് ഗോത്ര വിഭാഗത്തെ കുറിച്ചിട്ടും അവരുടെ കുറച്ച് പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു പിക്ചറാണ് നോക്കണ്ടോ, അവരുടെ വീടുകളും പഴമയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പല കാര്യങ്ങളും. അവർ അത്രയും ഉൾപ്രദേശത്തുള്ള ഗോത്രക്കാരാണല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന് അതിൻ്റെ മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയന് ഏത്
എക്സ്റ്റെൻറ്റ് വരെയാണ് ഉള്ളത്. നമുക്കറിയാം ഇക്വേറ്റർ അല്ലേ, ഭൂമധ്യരേഖത്തിന് 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തുമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ മക്കൾ ഫസ്റ്റ് ഓർത്ത് വെക്കേണ്ട പോയിന്റ് എന്താണ്, ദ ക്ലൈമാറ്റിക് റീജിയൻ എക്സ്റ്റെൻസ് അപ് ടു 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ 10 ഡിഗ്രി നോർത്തും സൗത്തുമായിട്ട് കാണപ്പെടുന്ന പ്രദേശമാണ് നമ്മുടെ ഇക്വേറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻസ്. ഓക്കെ, this region is characterized by high temperatures and high rainfall throughout the year. ഈ ക്ലൈമാറ്റിക് റീജിയൻ്റെ പ്രത്യേകത എന്താ, കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത എന്താണ്? ഇവിടെ നമുക്കറിയാം ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ആണ്. വർഷം തോറും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ടെമ്പറേച്ചർ ഉണ്ടാവും, നല്ല ചൂടായിരിക്കും അല്ലേ, ടെമ്പറേച്ചർ കൂടുമ്പോൾ ചൂട് കൂടും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആണ്, അതുപോലെ ഹൈ റെയിൻഫോൾ ആണ്, നല്ല രീതിയിൽ മഴയും കിട്ടും ഇപ്പോൾ വർഷം തോറും ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് മക്കൾ ഓർത്ത് വെക്കുക, ഈ റീജിയൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ ത്രൂ ഔട്ട് ദി ഇയർ ആണ്. ദിസ് ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ഹോട്ടർ ബിക്കോസ് സൺ റേസ് ഫാൾ ഓൾമോസ്റ്റ് വെർട്ടിക്കലി ത്രൂ ഔട്ട് ദി ഇയർ. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ചൂട് കൂടാൻ കാരണം, ഇത്രയും ഹൈ ടെമ്പറേച്ചർ ആവാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ബിക്കോസ് നമുക്കറിയാം സണ്ണിൻ്റെ റേസ് വേർട്ടിക്കലി അല്ലേ, അവിടേക്ക് സൂര്യൻ്റെ രശ്മികൾ നേരിട്ട് ഈ പ്രദേശത്തേക്ക് പതിക്കുന്നത് കൊണ്ടാണ് ഈ ഭാഗത്ത് ടെമ്പറേച്ചർ ഇത്രയും കൂടാൻ കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് മക്കളെ അവിടെ ഹൈ ടെമ്പറേച്ചർ ആവാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം, സൺസ് റേസ് ഫോൾസ് വേർട്ടിക്കലി ത്രൂ ഔട്ട് ദി ഇയർ. വർഷം തോറും സൂര്യൻ്റെ രശ്മികൾ അവിടേക്ക് എത്തുന്നത് എങ്ങനെയാണ്, വേർട്ടിക്കലി അല്ലേ, നേരെ അവിടേക്കാണ് എത്തുന്നത്, ഈ റീജിയനിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് കൂടാൻ കാരണം, ടെമ്പറേച്ചർ കൂടാൻ കാരണം. ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ദിസ് റിസൾട്ട്സ് ഇൻ ഹയർ എയർ കൺവെക്ഷൻ ആൻഡ് കൺവെക്ഷണൽ റെയിൻഫോൾ. ഇവിടെ എന്ത് സംഭവിക്കും, നല്ല രീതിയിൽ കൺവെക്ഷൻ നടക്കും അല്ലേ. അപ്പോൾ നമുക്ക് നല്ല ചൂട് കൂടുതലാണെന്ന് വിചാരിച്ചോ, ചൂട് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, കൂടുതൽ ഇവാപ്രേഷൻ നടക്കും. ഇവാപ്രേഷൻ കൂടുതൽ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, കൺവെക്ഷൻ നടക്കും, അങ്ങനെ കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടാവും. ദീസ് ഏരിയാസ് റിസീവ് റെയിൻഫോൾ എവറി ഡേ ഇൻ ദി ആഫ്റ്റർനൂൺ. കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് ഓർക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം എന്താണ്, കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ മെയിൻലി അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഇക്വറ്റോറിയൽ റീജിയനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു രാവിലെ തൊട്ടിട്ട് ഉച്ച വരെ നല്ല ചൂടാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അവിടെ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തുണ്ടാവും, ഒരു 4 മണിയൊക്കെ ആവുന്ന സമയത്ത് അവിടെ ഒരു മഴയുണ്ടാവും. അപ്പോൾ ഇത് എന്തിൻ്റെ കാരണമാണ്, ഇത് കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. താപം കൂടുന്നതിനനുസരിച്ചിട്ട് അല്ലേ ഇവാപ്രേഷൻ നടന്ന് അങ്ങനെ ഉണ്ടാകുന്ന റെയിൻഫോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലായിക്കുന്നോ? അപ്പോൾ കൺവെക്ഷണൽ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ അത് ഏത് സമയത്ത് ഉണ്ടാകുന്നതാണ്, മെയിൻലി നല്ല ചൂട് കൂടുന്ന സമയത്ത്, മെയിൻലി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിക്കാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു റെയിൻഫോൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ കൺവെക്ഷണൽ റെയിൻഫോൾ ഇവിടെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എല്ലാ ദിവസവും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയുള്ള ഫോറസ്റ്റ് ഏതായിരിക്കും, നല്ല മഴ അതുപോലെ നല്ല ടെമ്പറേച്ചറും ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റ് എന്തായിരിക്കും, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ഇവിടുത്തെ ഫോറസ്റ്റ് ഏതാണ്, എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് ബെഡ്ലൈൻ ഇൻ ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഫോറസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക മക്കൾക്ക്, നല്ല തിങ്ങി നിറഞ്ഞിട്ടുള്ള കാടുകളാണ്, നല്ല ഫുൾ പച്ചപ്പ്, എല്ലാ വർഷം തോറും അവിടെ പച്ചപ്പ് ഉണ്ടാവും. ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് മഴയും വെയിലും കിട്ടുന്നത് കൊണ്ട് തന്നെ അവിടെ വർഷം തോറും പച്ചപ്പ് നിലനിൽക്കുന്ന ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് അതിനെ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയാൻ കാരണം കേട്ടോ. അപ്പം നിങ്ങൾ അറിയാലോ അല്ലേ, ലാറ്റിറ്റ്യൂഡ് എന്താ, ലോഞ്ചിറ്റ്യൂഡ് എന്താ, ഇക്വേറ്റർ എന്താന്നൊക്കെ അറിയാലോ. ഇക്വേറ്റർ എന്താണ്, ഭൂമിയുടെ സെൻറ്ററിലൂടെ പോകുന്ന ലാറ്റിറ്റ്യൂഡ് അല്ലേ, 0 ഡിഗ്രിയുള്ള ലാറ്റിറ്റ്യൂഡിനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ആ ഇക്വേറ്ററിന് 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തുമുള്ള ലാറ്റിറ്റ്യൂഡുള്ള ഏരിയാസിനെ റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം
ഈ മാപ്പ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ മാപ്പ് മക്കൾ നല്ല തെറവായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഇല്ല അതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാവണം അല്ലേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, 0 ഡിഗ്രിയിൽ ഒരു 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും ആയിട്ടുള്ള ഒരു ഏരിയ. അപ്പം ഈ ഭാഗത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഇതിനെയാണ് നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതിൽ ഏതൊക്കെയാണ് കാണിക്കുന്നത്? ആമസോൺ ബേസിൻ ഉണ്ട്, സെൻട്രൽ ആഫ്രിക്ക ഉണ്ട് അല്ലേ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോണ്ടിനെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റണം. മെയിൻലി എത്ര കോണ്ടിനെൻറ്റ്സ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ പറയണം 4 എണ്ണം ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ദർ ആർ 4 അല്ലേ, 4 കോണ്ടിനെൻറ്റ്സ്. ഒന്ന് സൗത്ത് അമേരിക്കയാണ്, അതാണ് ഒന്ന് സൗത്ത് അമേരിക്കയാണ് കേട്ടോ. അപ്പോൾ കോണ്ടിനെൻറ്റ്സ് കവേർഡ് ബൈ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞോ. ഏഷ്യ ഉണ്ട്, ഏഷ്യയിലെ ഒരു പാട്ട് കണ്ടില്ല നമ്മളെ, ഏഷ്യ ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, സൗത്ത് അമേരിക്ക ഉണ്ട്, അതുപോലെ പാർട്സ് ഓഫ് ഓസ്ട്രേലിയ, ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ മെയിൻലി 4 കോണ്ടിനെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ആൻഡ് പാർട്സ് ഓഫ് ഓസ്ട്രേലിയ ആണ്. ഇനി നിങ്ങളോട് ചോദിക്കാം, കോണ്ടിനെൻറ്റ്സ് ചോദിക്കാതെ ഇങ്ങനെ ചോദിച്ചാലോ, പ്ലേസസ് ഇൻക്ലൂഡഡ് ഇൻ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഏത് പ്ലേസസിലാണ് ഏതൊക്കെ പ്ലേസസിലാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള പ്ലേസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം. സൗത്ത് അമേരിക്കയിലുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കണ്ടേ, അറിയണ്ടേ? ആമസോൺ ബേസിൻ ആണ്. എവിടെയാണ്? ഏത് പ്ലേസ് ആണ്? ആമസോൺ ബേസിൻ. അപ്പോൾ ആമസോൺ ബേസിൻ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയുടെ ഒരു ചെറിയ ഭാഗമാണ്. ഓക്കെ. അതുപോലെ സെൻട്രൽ ആഫ്രിക്ക, ആഫ്രിക്കയിൽ കുറേ ഉണ്ട് അല്ലേ. ആഫ്രിക്ക പറഞ്ഞാൽ വലിയൊരു കോണ്ടിനെൻ്റ് ആണ്, അതിൻ്റെ എല്ലാ ഭാഗവും ഇല്ല, സെൻട്രൽ ആഫ്രിക്കയാണ്. അപ്പോൾ സെൻട്രൽ ആഫ്രിക്കയിലുള്ള കൺട്രീസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ചോദിക്കുകയാണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയാം. ഓക്കെ. പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതുപോലെ പാർട്സ് ഓഫ് നോർത്തേൺ ഓസ്ട്രേലിയയും, ഓസ്ട്രേലിയയുടെ നോർത്തേൺ ഭാഗത്തുള്ള ചില ഭാഗങ്ങളും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, കോണ്ടിനെൻറ്റ്സും കൺട്രീസും. ഏഷ്യയിലുള്ള കൺട്രീസ് വേറെ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? ഇന്തോനേഷ്യ ഉണ്ട് അല്ലേ, ഇന്തോനേഷ്യയുടെ കൂടെ ഏഷ്യയിലുള്ള വരുന്നതാണ് മലേഷ്യ വരുന്നുണ്ട് അല്ലോ. ഇത് ഒന്ന് പറയേ, മലേഷ്യ വരുന്നുണ്ട്, പിന്നെ പാപ്പുവ ന്യൂഗീനിയ വരുന്നുണ്ട്, ഫിലിപ്പീൻസ് വരുന്നുണ്ട്. പിന്നെ ആഫ്രിക്ക നോക്കുകയാണെങ്കിൽ അതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഈ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ, ഈ രാജ്യങ്ങളുടെ. ആഫ്രിക്കൻ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കേൾക്കാം. ആഫ്രിക്കയിൽ ഏതൊക്കെയുണ്ട്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഉണ്ട്, ഗാബോൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ക്യാമറൂൺ അല്ലേ. ഉഗാണ്ട ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഗാമോൺ, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കെന്യ ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ സൗത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ ബ്രസീൽ ഉണ്ട്, കൊളംബിയ ഉണ്ട്, ഇക്വഡോർ ഉണ്ട്, പെറു, വെനീസ്ല. ഇതൊക്കെ സൗത്ത് അമേരിക്കയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ അപ്പം ഇതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ഏഷ്യയിലുള്ള കൺട്രീസ് ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ ഉണ്ട്, മലേഷ്യ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ആഫ്രിക്കയെ നോക്കുകയാണെങ്കിൽ ഉഗാണ്ട ഉണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കെന്യ ഒക്കെ ഏതാ. സൗത്ത് അമേരിക്ക നോക്കുകയാണെങ്കിൽ ബ്രസീൽ, പെറു, വെനീസുല അല്ലേ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഇനി നമുക്കറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ കുറേ ടെമ്പറേച്ചർ സോൺസിനെ കുറിച്ചിട്ട്, ഹീറ്റ് സോൺസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എത്ര മെയിൻലി 3 ഹീറ്റ് സോൺസ് ആണുള്ളത്. ഏതൊക്കെ ഓർമ്മയുണ്ടോ? ടൊറിഡ് സോൺ ഉണ്ട്, ടെമ്പറേറ്റ് സോൺ ഉണ്ട്, അതുപോലെ ഫ്രിജിഡ് സോൺ ഉണ്ട്. ഏതൊക്കെയാണ്? ടൊറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, ഇതിലേത് ഹീറ്റ് സോണിൽ ആണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ പെടുന്നത്? ഏത് സോണിലാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ പെടുന്നത്? ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 0 ഡിഗ്രി ടു നോർത്ത് ആൻഡ് സൗത്തിലുള്ള ഇത്രയും ഭാഗത്തുള്ള ഹീറ്റ് സോൺ ഏതാണ്? ടൊറിഡ് സോൺ ആണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക കേട്ടോ. ഏത് ഹീറ്റ് സോണിലാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ പെടുന്നത്? ടൊറിഡ് സോൺ ആണ് കേട്ടോ, ടൊറിഡ് സോൺ. അപ്പോൾ ഹീറ്റ് സോൺ, ദ ഇക്വറ്റോറിയൽ റീജിയൻ ലൈസ് ഇൻ ദ ടൊറിഡ് സോൺ. ടൊറിഡ് സോൺ എന്ന് പറഞ്ഞാൽ 23.5 ഡിഗ്രി നോർത്ത് ആൻഡ് 23.5 ഡിഗ്രി സൗത്ത്
ഓക്കെ 23.5 നോർത്ത് 23.5 സൗത്തിൽ പെടുന്ന ഹീറ്റ് സോൺ ആണ് ഏത് ടോറിഡ് സോൺ. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ലൈ ചെയ്യുന്ന ഹീറ്റ് സോൺ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഇറ്റ് ഈസ് ടോറിഡ് സോൺ ട്ടോ. പിന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി ഒരു ചോദ്യം നോക്കാം. Why is this climatic region called the equatorial climatic region? ഈ ക്ലൈമാറ്റിക് റീജിയൻ എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന പേര് വരാൻ കാരണം? നമുക്കറിയാം this region is called the equatorial climatic region because it is located near the equator. നമ്മൾ പഠിച്ചതല്ലേ, ഇക്വേറ്ററിന്റെ അടുത്തുള്ള പ്രദേശം ആയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു പോയിന്റ് കൂടി നമ്മൾ പഠിച്ചു വെച്ചതാണ്, എന്താണ്, ഇറ്റ് ടിപ്പിക്കലി എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ 0 degree and 10 degree north and south latitude. ഓക്കെ, ഇക്വേറ്റർ 0 ഡിഗ്രി ആണ്. 0 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ നോർത്തും 10 ഡിഗ്രി വരെ സൗത്ത് ലാറ്റിറ്റ്യൂഡും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന പേര് വരാൻ കാരണം എന്താണ്, ഇക്വേറ്ററിൻ്റെ ചുറ്റിലുമുള്ള അല്ലെ, ഇക്വേറ്ററിൽ നിന്ന് 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തും ഉള്ള ലാറ്റിറ്റ്യൂഡുള്ള പ്രദേശത്തെ റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി നമുക്ക് അതിൻ്റെ കാലാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലുള്ള കാലാവസ്ഥ നമുക്കറിയുന്ന കാര്യമാണ്. എന്താണ് ഒന്നാമത്തെ ഫീച്ചർ നോക്കിക്കേ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് salient feature, ക്ലൈമാറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പറയണം, one of the salient features of the equatorial climate is that temperature remains more or less the same throughout the year. വർഷം തോറും ഇവിടെ എങ്ങനെയായിരിക്കും, ടെമ്പറേച്ചറിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ്റെ പ്രത്യേകത എന്താണ്, വർഷം തോറും ഒരേ സെയിം ടെമ്പറേച്ചർ ആയിരിക്കും എല്ലാ ടൈമിലും. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒക്കെ നോക്കുക, അങ്ങനെയാണോ? ഇല്ല. ഒരു 5 മാസം, ഒരു 6 മാസം സമ്മറാണ്, പിന്നെ നമുക്ക് എന്തുണ്ടാവും, 6 മാസം വിൻ്റർ ഉണ്ടാവും അല്ലേ. 6 മാസം എന്ന് പറയില്ല. അപ്പോൾ സമ്മർ സീസൺ വരുന്നുണ്ട്, ഓട്ടം വരുന്നുണ്ട്, അങ്ങനെ പല സീസൺസും ഉണ്ട്. അവിടെ ടെമ്പറേച്ചറിലും എന്തുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ അവിടെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, അവിടെ അങ്ങനെ അത്ര കൂടുതലാവുകയോ കുറയൊന്നും ചെയ്യുന്നില്ല, മിക്ക ടൈമിലും സെയിം ആണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. വൺ ഓഫ് ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് ഇസ് ദാറ്റ് ദ ടെമ്പറേച്ചർ റിമെയിൻസ് മോർ ഓർ ലെസ് ദ സെയിം ത്രൂ ഔട്ട് ദ ഇയർ. ഓക്കെ, ഇൻ ദി ഇക്വറ്റോറിയൽ, രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ എന്തില്ല, in the equatorial region there is no significant variations in the annual and diurnal range of temperature. വർഷം നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഡയൂണൽ ടെമ്പറേച്ചേഴ്സ് നോക്കുകയാണെങ്കിലും അവിടെ അങ്ങനെ പ്രത്യേക ഒരു മാറ്റമൊന്നും വരുന്നില്ല. പിന്നെ അവിടുത്തെ ഒരു ആനുവൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് പറയാൻ പറ്റണം. എത്രയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്, ദ മീൻ മന്ത്ലി ടെമ്പറേച്ചർ ആൻഡ് ദ മീൻ ആനുവൽ ടെമ്പറേച്ചർ. വർഷത്തിലെ ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിലും മന്ത്ലിത്തെ ടെമ്പറേച്ചർ ചോദിക്കുകയാണെങ്കിലും അത് എത്ര തന്നെയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. മറക്കുമോ, എത്ര ഡിഗ്രിയാണ്, 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടെ എന്തുമില്ല മക്കളെ, വിൻ്റർ സീസൺ ഇല്ല. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിൽ നല്ല ചൂടുണ്ട്, നല്ല മഴയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു സീസൺ ഇല്ല. ഏതാണ്, ഇവിടെ വിൻ്റർ സീസൺ വരുന്നില്ല. അപ്പോൾ ദർ ഇസ് നോ വിൻ്റർ ഇൻ ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഓർത്ത് വെക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ദി ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ റിസീവ്സ് വെർട്ടിക്കൽ സോളാർ റേസ് ത്രൂ ഔട്ട് ദി ഇയർ. വർഷം തോറും നമുക്കറിയാം അവിടേക്ക് എങ്ങനെയാണ് സൂര്യരശ്മികൾ നേരിട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇൻസൊലേഷൻ അല്ലേ, ഹൈ റേറ്റ് ഓഫ് ഇൻസൊലേഷൻ റിസീവ്ഡ് ഹിയർ കോസസ് കൺസിസ്റ്റൻ്റ്ലി ഹൈ ടെമ്പറേച്ചർ. ഇവിടെയുള്ള ഇൻസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സൂര്യരശ്മികൾ നേരിട്ട് അവിടേക്ക് പതിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസൊലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ഇൻസൊലേഷൻ വളരെ കൂടുതലാണ്. അപ്പോൾ അത് എന്തിലേക്ക് നയിക്കും, ടെമ്പറേച്ചർ കൂടാൻ നേരിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈ റേറ്റ് ഓഫ് ഇൻസൊലേഷൻ റിസീവ്ഡ് ഹിയർ കോസസ് consistently high temperature. Because of this, the region does not experience winter. അതുകൊണ്ടാണ് ഇവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യാത്ത മക്കളെ, വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാത്ത. മനസ്സിലായോ? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനിലേക്ക് നമുക്കറിയാം അവിടേക്ക് സൂര്യരശ്മികൾ നേരിട്ട് വെർട്ടിക്കലി പതിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഇത് കൂടുതൽ, ടെമ്പറേച്ചർ കൂടുതൽ. അപ്പോൾ ഇത്രയും ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്ത് അവിടെ വിൻ്റർ ഉണ്ടാവുമോ? വിൻ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയണം അല്ലേ. തണുപ്പ് കാലം എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നല്ലോണം കുറയണം. അപ്പോൾ ഇവിടെ എപ്പോഴും ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ടാണ് ഇവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യാത്തത്, വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാത്തത് കേട്ടോ.
പിന്നെ അവിടുത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ദ മോർണിംഗ്സ് എക്സ്പീരിയൻസ് മോഡറേറ്റ് ടെമ്പറേച്ചർ ബട്ട് ആസ് എ ഡേ പ്രോഗ്രസ് ഇറ്റ് ഇൻക്രീസസ് കൺസിഡറബിളി. The significant rise in temperature caused a high rate of evaporation followed by a heavy downpours of convectional rain in the afternoon. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ എല്ലാ സമയവും നല്ല ചൂടാണ്. അപ്പം മെയിൻലി രാവിലത്തെ സമയമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, നമുക്കൊക്കെ സഹിക്കാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ. പക്ഷെ പകലാവുന്നതിനനുസരിച്ച് ചൂട് കൂടി കൂടി വരും, ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടി കൂടി നല്ല രീതിയിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവാപ്രേഷൻ ഉണ്ടാവും. നമുക്കറിയില്ല, വെള്ളം നമ്മളിപ്പോൾ നല്ല രീതിയിൽ തിളയ്ക്കുന്ന സമയത്ത്, ചൂട് കൂടുമ്പോഴാണല്ലോ വെള്ളം തിളയ്ക്കുക, തിളയ്ക്കുന്ന സമയത്ത് ഒരു മൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ എന്തുണ്ടാവും, ആവി വന്നിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. അത് നമ്മൾ തുറക്കുന്ന സമയത്ത് മഴയായിട്ട് അല്ലേ ഇങ്ങോട്ട് പെയ്യും. അതേ സംഭവമാണ് ഇവിടെ നടക്കുന്നതും, ഇവിടെ നമ്മുടെ അന്തരീക്ഷത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ഈ ടെമ്പറേച്ചർ കൂടിയത് കാരണം ഇവാപ്രേഷൻ നടന്നിട്ടുണ്ടാകുന്ന റെയിൻഫോൾ ഏതാണ്, കൺവെക്ഷണൽ റെയിൻഫോൾ ആണ്. ഇത് എല്ലാ ദിവസവും ആഫ്റ്റർനൂണിൽ ഇവിടെ എന്തുണ്ടാവും, കൺവെക്ഷണൽ റെയിൻഫോൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കാം. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺവെക്ഷണൽ റെയിൻഫോൾ തൊട്ട് നമ്മൾക്ക് 3 തരം റെയിൻഫോൾസിനൊക്കെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം അത് നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം അല്ലേ. അപ്പോൾ അതുവരെ നമുക്ക് എന്താക്കാം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം തറവായിട്ട് പഠിച്ചിട്ട് വരിക. അടുത്തത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.